നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ക്രിസ്മസ് കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു സന്തോഷം വേറെ ഇല്ല. ഓസ്ട്രേലിയ പോയിട്ട് 5 കൊല്ലമായി, പക്ഷെ ഇതുവരെ നാട്ടിൽ ക്രിസ്മസ് കൂടാനായിട്ട് അതിനുശേഷം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം ഞങ്ങൾ അതെല്ലാം പ്ലാൻ ചെയ്ത് ഡിസംബർ 17-ാം തീയതി തന്നെ നാട്ടിലെത്തി. വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പുൽക്കൂടിന്റെ ഒരു ചെറിയ പണി അങ്ങോട്ട് തുടങ്ങി. ചെറുപ്പത്തിലെ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കി ഞാനും ഇച്ചും കൂടെ കൂടിയിട്ട് ഒരു അടിപൊളി കുഞ്ഞു പുൽക്കൂട് ഉണ്ടാക്കി. വലിയ ഗ്ലാമർ ഒന്നായില്ലെങ്കിലും ഇതാണ് ഞങ്ങളുടെ അടിപൊളി പുൽക്കൂട്. ഡിസംബർ 24-ാം തീയതിയാണ് ചേട്ടനും ഫാമിലിയും ദുബായിൽ നിന്ന് എത്തിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കരോൾ ഗാനം പാടിയിട്ട് ഉണ്ണിയും പിന്നെ ക്രിസ്മസ് കരോളും നമ്മുടെ വീട്ടിലേക്ക് വന്നു. നാട്ടിലിപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ആഘോഷങ്ങൾ തന്നെയാട്ടോ. കോവിഡിന്റെ എല്ലാ ക്ഷീണവും തീർന്ന ആൾക്കാരെല്ലാം നന്നായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത് ഇപ്പോഴൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ക്രിസ്മസ് കരോളിന് വീടുകൾ കയറി ഇറങ്ങി. പിന്നെ ജോഷിച്ചേണ്ട പടക്കം പൊട്ടിക്കല്, പിന്നെ പിള്ളേരുടെ ഡാൻസ്, നമ്മുടെ ഫെബിന്റെ ജീപ്പ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഉണ്ണിയുടെ വരവൊക്കെ നല്ലൊരു ഭയങ്കര സെറ്റപ്പായിട്ട് എല്ലാവർക്കും തോന്നി. വീട്ടിൽ മേടിച്ചു വെച്ചിരുന്ന കുറെ പടക്കങ്ങളൊക്കെ കൂടി ഞങ്ങളങ്ങ് പൊട്ടിച്ച് തിമിർത്തു. പിന്നെ ഇച്ചുവിന് അവൻ്റെ കസിൻസിനെ കണ്ടതോടി വളരെ ചേട്ടന്മാരെ കണ്ടോടി ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ കുറേ പടക്കങ്ങൾ വീട്ടിൽ മേടിച്ചിരുന്നു. അതെല്ലാം കത്തിക്കാനായിട്ട് എല്ലാവരും തിരക്ക് കൂട്ടിയായിരുന്നു. ഡിയോണും ഡെറിക്കും ഡേവിഡും ഇച്ചുവും കൂടെ കൂടിയിട്ട് ഒത്തിരി സാധനങ്ങളൊക്കെ കത്തിച്ച് നല്ല രസമായിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ പ്രാവശ്യം വന്നിട്ട്. ഇതിൻ്റെയൊക്കെ കൂടെ വിടാതെ പിടിച്ചുകൊണ്ട് അമ്മച്ചി ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ ഇതൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ തൊട്ടപ്പുറത്തെ ഇടവകയായ തുറവൂർ പള്ളിയിലെ കരോള് ആ വഴി വന്നത്. പിന്നെ അവരും ഒന്നും നോക്കിയില്ല, എല്ലാവരും കൂടെ കൂടിയിട്ട് വീട്ടിൽ കയറി. അവരെല്ലാവരും പപ്പാനി എല്ലാവരും കൂടെ കൂടി വീട്ടിൽ കയറി ഒത്തിരി തുള്ളി. പിന്നെ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് കുറേ മിഠായിയൊക്കെ കൊടുത്ത് അടിച്ച് പൊളിച്ചു. പിന്നെ പാതിര കുർബാനയ്ക്ക് പോയെങ്കിലും നല്ല ഉറക്കമായതുകൊണ്ട് അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിറ്റേ ദിവസം രാവിലെ അപ്പച്ചനുണ്ടായിരുന്നപ്പോൾ ചെയ്ത പോലെ രാവിലെ ഒരു പ്ലം കേക്ക് മുറിക്കല് പതിവാണ്. അത് മൂത്ത കാരണവത്തിയായ അമ്മച്ചി ഇതിനെ കൊണ്ട് ഇത്തവണ കേക്ക് മുറിപ്പിച്ച് എല്ലാവർക്കും കൊടുത്തു. അത് സ്ഥിരം ഞങ്ങളുടെ ഒരു വീട്ടിലുള്ള ഒരു അപ്പച്ചനുള്ളപ്പോൾ തുടങ്ങിയുള്ളൊരു ആചാരമാണ്. പിന്നെ അടിപൊളി ഒരു ലഞ്ചും കൂടി ആയി കഴിഞ്ഞപ്പോൾ ക്രിസ്മസിന്റെ കാര്യങ്ങൾ ഏകദേശം സെറ്റായി. അങ്ങനെ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ കൂടിയ ഒരു ക്രിസ്മസ് ആണ് ഈ കൊല്ലം ഞങ്ങളുടെ. ഇനി നിങ്ങളുടെ ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് വീട്ടിലുള്ള അനുഭവങ്ങളൊക്കെയും നിങ്ങൾ വിദേശത്താണെങ്കിൽ അവിടത്തെയും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.